നമസ്കാരം. നമുക്കറിയാം ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന്. ഈ അടുത്ത കാലം വരെ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വളരെ മോശമായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഈ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. പാകിസ്ഥാൻ സദാ അതിർത്തിയിൽ അശാന്തി പരത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയും കാശ്മീർ പിടിച്ചെടുക്കാനാണ് പാകിസ്ഥാൻ പരിശ്രമിക്കുന്നത്. നാവികസേനാ മേധാവിയുടെ ഒരു പ്രസ്താവനയാണ് ഏറെ ഗൗരവത്തോടെ നാം കാണേണ്ടത്. പാകിസ്ഥാൻ നാവികസേനയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയെക്കുറിച്ചും ചൈനയുടെ പിന്തുണയോടെ നിർമ്മിക്കുന്ന യുദ്ധക്കപ്പലുകളെക്കുറിച്ചും ഇന്ത്യൻ സേനയ്ക്ക് അറിയാമെന്നാണ് നാവികസേനാ മേധാവി പറഞ്ഞത്. പാകിസ്ഥാന്റെ നാവികശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ചൈനയുടെ പിന്തുണയുണ്ടെന്നാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി അറിയിച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ നാവികസേന പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാവികസേന മേധാവിയുടെ വാക്കുകളിലേക്ക് വന്നാൽ, പാകിസ്ഥാൻ നാവികസേനയുടെ ആശ്ചര്യകരമായ വളർച്ചയെക്കുറിച്ച് തങ്ങൾക്കറിയാം. 50 കപ്പൽ സേനയ്ക്കായി കൈമാറാനാണ് അവർ ലക്ഷ്യമിടുന്നത്. അവരുടെ സമ്പദ് വ്യവസ്ഥ കാണുമ്പോൾ അവർ എങ്ങനെയാണ് ഇത്രയധികം കപ്പലുകൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്നത് ആശ്ചര്യകരമായി തോന്നും. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തേക്കാൾ ആയുധങ്ങൾ തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വ്യക്തമാക്കിയത്. 50 കപ്പൽ നിർമ്മിക്കാനുള്ള പാകിസ്ഥാന്റെ പദ്ധതികൾ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയിൽ ഒരു അത്യാഗ്രഹമാണെന്നേ പറയാനുള്ളൂ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, പകർച്ചവ്യാധികൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇതിനിടയിലാണ് ആയുധബലവും സൈന്യത്തിന്റെ ശക്തിയും കൂട്ടാനായി പരിശ്രമിക്കുന്നത്. ലോകശക്തിയാകാനുള്ള ചൈനയുടെ ഉദ്ദേശ്യവും കാഴ്ചപ്പാടും എല്ലാ കാലത്തും വളരെ വ്യക്തമായിരുന്നു. ഏത് വെല്ലുവിളിയെയും നേരിടാൻ നമ്മുടെ രാജ്യം തയ്യാറാണ്. ഇന്ത്യൻ നാവികസേനയുടെ ന്യൂക്ലിയർ പവേർഡ് അറ്റാക്ക് സബ്മറൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഈ അന്തർവാഹിനി 2036ഓടെ പ്രവർത്തന സജ്ജമാകും. അതായത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി 2036ഓടെ എത്തും. രണ്ടാമത്തേത് അടുത്ത 2 വർഷത്തിനുള്ളിൽ തയ്യാറാകും. ഈ അന്തർവാഹിനി നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ രണ്ടാമത്തെ അണുഊർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിഘട്ട് അടുത്തിടെ കമ്മീഷൻ ചെയ്തിരുന്നു. പ്രതിരോധ പെട്രോളിങ്ങിനുള്ള സന്നദ്ധ ഉറപ്പുവരുത്തുന്നതിനായി INS അരിഘട്ട് ഇപ്പോൾ മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ആദ്യത്തെ അണുഊർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഘട്ട് ഇതിനകം തന്നെ 1ലധികം പ്രതിരോധ പെട്രോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രോജക്ട് 75 കീഴിൽ ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് നിർമ്മിച്ച 3 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ കരാർ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയും പാകിസ്ഥാനും നടത്തുന്ന നാവിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പൽ നിർണായകമാകുമെന്നാണ് കരുതുന്നത്. ആരെ കൂട്ടുപിടിച്ചാലും പാകിസ്ഥാന് ഇന്ത്യയെ ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല. പാകിസ്ഥാന്റെ പുതിയ കളികൾ കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.